സിനിമാ കോൺക്ലേവിലെ പ്രസംഗത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാനുള്ള സാഹചര്യം ഇല്ല എന്നതാണ് നിയമോപദേശം. അനന്തകൃഷ്ണൻ വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. അനന്തൻ, നേരത്തെ തന്നെ പോലീസ് നിയമോപദേശം തരുന്ന ആ നിയമോപദേശം ലഭ്യമാകുന്നു, കേസെടുക്കേണ്ടതില്ല എന്ന തീരുമാനം വരുന്നു. ഇതും പ്രതിഷേധത്തിനിടയാക്കാനുള്ള സാധ്യതയിലെ പോലീസിന്റെ വിശദീകരണം എന്താണ്? രതീഷ്, സിനിമാ കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകൻ ദിനു വെയിലാണ് പരാതി നൽകിയത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇമെയിലായിട്ട് അയച്ച ആ പരാതിയിൽ പറയുന്നത് അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസംഗത്തിലെ പരാമർശങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ അധിക്ഷേപിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് SC/ST അട്രോസിറ്റി നിയമപ്രകാരം കേസെടുക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഉന്നയിച്ചിരുന്നത്. ഈ പരാതി മ്യൂസിയം പോലീസ് ലഭിച്ച ശേഷം നിയമോപദേശം തേടുകയാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ മ്യൂസിയം പോലീസിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം ഈ പരാതിയുമായി ബന്ധപ്പെട്ട് കേസെടുക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഈ പരാമർശത്തിൽ പട്ടികജാതി പട്ടികവർഗ അവഹേളനം പ്രഥമ ദൃഷ്ട്യാ കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ വകുപ്പ് പ്രകാരം കേസെടുക്കാൻ കഴിയില്ല എന്നുമാണ് നിയമോപദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള അന്വേഷണത്തിലേക്കോ മറ്റു നടപടികളിലേക്കോ പോകാനുള്ള സാധ്യത കുറവാണ്. അതേസമയം പ്രതിഷേധം കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയല്ലേ? വലിയ വിവാദമായിരുന്നു. ദിനുവയിൽ പരാതിയുമായി എത്തി. സിനിമാ മേഖലയിലെ നിരവധി പേർ, പ്രമുഖരായ സംവിധായകർ ഉൾപ്പെടെ അടൂരിനെതിരെ രംഗത്ത് വരികയും ചെയ്തൊരു സാഹചര്യമുണ്ടല്ലോ. കൂടുതൽ പ്രതികരണങ്ങളും വിവാദങ്ങളും കേസെടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിന് പിന്നാലെ ഉയരാനുള്ള സാധ്യതയില്ലേ? അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിവാദം അദ്ദേഹം ഉയർത്തിപ്പിടിച്ച അല്ലെങ്കിൽ അദ്ദേഹം പങ്കുവച്ച പരാമർശത്തിലെ പരാമർശങ്ങൾ അത് വലിയ വിവാദമാവുകയും അത് അദ്ദേഹത്തിന്റെ നിലപാടിനെതിരെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള വ്യക്തികൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇതിനകത്തൊരു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ ലീഗൽ ഒപ്പീനിയൻ ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല, ദിനുവെയിലിന്റെ പരാതിയിൽ പറയുന്നത് ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് KSSDC നൽകുന്ന തുക അതിനെതിരെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ പരാമർശം നടത്തിയത്. അപ്പോൾ ആ പരാമർശത്തിലൂടെ ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ അഴിമതി കാണിക്കുന്നവരാണ്, അവർ ഈ പണം കൊള്ളയടിക്കുകയാണ് എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുകയും ആ വിഭാഗക്കാർക്ക് എതിരെ സമൂഹത്തിൽ ഒരു അനിഷ്ടം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് SC/ST അട്രോസിറ്റി വകുപ്പ് പ്രകാരം കേസെടുക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഉന്നയിച്ചത്. പക്ഷേ ആ വകുപ്പ് പ്രകാരം കേസെടുക്കാനുള്ള സാധ്യത ഈ പരാമർശത്തിൽ ഇല്ല എന്നാണ് ഇപ്പോൾ നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പോലീസ് കേസെടുത്തുള്ള ഒരു നടപടിയിലേക്ക് പോകാൻ ഇനി സാധ്യത കുറവാണ്. അതേസമയം തന്നെ അടൂർ ഗോപാലകൃഷ്ണനെതിരെയുള്ള പ്രതിഷേധവും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ നിലപാടിനെ ചോദ്യം ചെയ്തുള്ള ആരോപണങ്ങളുമൊക്കെ തുടർന്നും ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. രതീഷ്, സിനിമാ കോൺക്ലേവിലെ പ്രസംഗത്തിൽ അടൂരിനെതിരെ കേസെടുക്കില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ വാർത്ത. കേസെടുക്കാനുള്ള സാഹചര്യം ഇല്ല എന്നതാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം.